ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ പറയാണ്, വ്യാപാരത്തിനും ലാഭം നേടുന്നതിനുമായി ഒരാൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും സക്കാത്ത് നിർബന്ധമാണ്. ഭൂമി, ഫർണിച്ചർ, കന്നുകാലികൾ, വാഹനങ്ങൾ, യന്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, തുണിത്തരങ്ങൾ തുടങ്ങി വ്യാപാരത്തിനായി കരുതി വച്ചിരിക്കുന്ന ഏതൊരു വസ്തുവും ഇതിൽ ഉൾപ്പെടും. ഇത്തരം വ്യാപാര സാധനങ്ങളിൽ ഒരു വർഷം, അതിന് ഹൗൽ എന്ന് പറയാം, പൂർത്തിയാകുമ്പോൾ അവയുടെ അന്നത്തെ വിപണി വിലയുടെ 40-ൽ 1 ഭാഗം അഥവാ 2.5% സക്കാത്തായി നൽകണം. ഒരു വ്യാപാരി സക്കാത്തിൻ്റെ വർഷം പൂർത്തിയാകുമ്പോൾ തൻ്റെ കൈവശമുള്ള സാധനങ്ങളുടെ മൂല്യം കണക്കാക്കി അതിൻ്റെ 2.5% നൽകണം. അപ്പോൾ ഒരു വർഷം പൂർത്തിയാകണം, അതാണ് നിസാബ് എന്ന് പറയാം. കൊടുക്കേണ്ടത് 2.5% സക്കാത്താണ്. ആ മൂല്യം വാങ്ങിയ വിലക്ക് തുല്യമോ അതിൽ കുറവോ അതിൽ കൂടുതലോ ആയാലും അതാണ് പരിഗണിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഒരാൾ 100 റിയാലിന് ഒരു സാധനം വാങ്ങി. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ വില 2000 റിയാലായി. അപ്പോൾ 2000 റിയാലിൻ്റെ സക്കാത്ത് നൽകണം. മറിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ വില 500 റിയാൽ മാത്രമാണെങ്കിൽ 500 റിയാലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സക്കാത്ത് നൽകണം. അതിൻ്റെ വില കൂടിയോ കുറഞ്ഞോ എന്നുറപ്പില്ലെങ്കിൽ ആദ്യം വാങ്ങിയ വില തന്നെയാണ് അടിസ്ഥാനമാക്കേണ്ടത്. കാരണം വർധനവും കുറവും സംശയാസ്പദമാണ്. സംശയമുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യത്തിലേക്കാണ് മടങ്ങേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.